ഞാൻ ഏതായാലും ഇപ്പോൾ ഈ ലാൽ ഇതിനകത്ത് പ്രതിപക്ഷ നേതാവ് പദവിയിലിരിക്കുന്ന വി ഡി സതീശൻ കോൺഗ്രസ് സംഘടനാ സംവിധാനങ്ങളിലും പ്രശ്നങ്ങളിലും ഇടപെടുകയും അതിലൂടെ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്നവരുടെ താല്പര്യങ്ങൾ നടപ്പാക്കുന്നു എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം ഇതിനകത്ത് കൂടി കൃത്യമായി വെളിപ്പെട്ടു വരുന്നുണ്ടോ? അത് അവതരിപ്പിക്കുമ്പോൾ തന്നെ ഇപ്പോൾ മുനമ്പം പ്രശ്നത്തിൽ അദ്ദേഹം ഒന്ന് പറയുന്നു, ലീഗ് നേതൃത്വം അദ്ദേഹത്തെ പരസ്യമായി തിരുത്തുന്നു. ഇത് സംഭവിച്ചതിൻ്റെ തൊട്ടുപിറകെയാണ് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഇത്തരമൊരു വിമർശനം കൂടി അദ്ദേഹം പേരെടുത്ത് പറഞ്ഞില്ല എന്ന വ്യത്യാസമേ ഇവിടെയുള്ളൂ. മുനമ്പം സംഭവത്തിൽ അദ്ദേഹം പറഞ്ഞതും ലീഗ് എങ്ങനെയാണ് അതിനെ ചെക്ക് വെച്ചതും അല്ലെങ്കിൽ വീറ്റോ ചെയ്തതെന്ന് കൂടി കണ്ടുകൊണ്ട് ഞാൻ ലാലിലേക്ക് വരാം. അവിടെ കണ്ടിട്ട് അത് വഖഫ് ഭൂമിയല്ല, അവരെ കുടിയൊഴിപ്പിക്കാൻ പാടില്ല, അവർക്ക് പെർമനന്റ് ടൈറ്റിൽ കൊടുക്കണം. ഈ കമ്മീഷൻ ഒന്നും വെക്കാതെ മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും ഒരു തീരുമാനമെടുത്ത് വഖഫ് ഭൂമി അല്ല എന്നുള്ളൊരു തീരുമാനമെടുത്ത് ആ കേസ് കോടതിയിൽ അറിയിച്ച് ഇത് പിൻവലിക്കാം. 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുക്കാം. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പറയാനുള്ള വാക്കുകൾ ഒരു വളച്ചുവിട്ടുമില്ലാതെ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് പറയാന്നുള്ളത്. ആ പ്രതികരണത്തെ എങ്ങനെയാ ഇ.ടി. സാഹിബ് കാണുന്നത്? ഞങ്ങൾ പറഞ്ഞല്ലോ, പ്രതിപക്ഷ നേതാവ് അങ്ങനല്ല, അത് എന്തിനാ, അതല്ല ഞാൻ പറഞ്ഞല്ലോ, പ്രതിപക്ഷ നേതാവെന്ന് മാത്രമല്ല ആരായിരുന്നാലും ഇത് വഖഫ് സ്വത്തല്ല എന്ന് പറയുന്നത് ശരിയല്ലെന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു, അത് വഖഫ് ഭൂമിയല്ല. മുസ്ലിം ലീഗിന് അഭിപ്രായമില്ല, അത് വഖഫ് ഭൂമിയല്ലെന്ന് പറയാനും പറ്റില്ല. പലരും ഇത് പഠിക്കുന്നില്ല, പഠിക്കാതെയും കാര്യങ്ങൾ മനസ്സിലാക്കാതെയും ഇതിന്റെ പഴയ കാര്യങ്ങൾ നോക്കാതെ ഞങ്ങൾ വളരെ വിശദമായി വിദഗ്ധരായ നിയമപണ്ഡിതന്മാരെ കൂടി ഇരുത്തി പഠിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും ചേർന്നൊരു അഭിപ്രായം പറഞ്ഞത്. ലാല്, മുന്നണിയുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ പ്രതിപക്ഷ നേതാവും UDF ചെയർമാനുമായ വി ഡി സതീശനുമായി ബന്ധപ്പെട്ട് ഒരു വിഷയത്തിൽ അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്ന പൊസിഷന്റെ ഒരു സാഹചര്യം ഒന്ന് വ്യക്തമാകുന്നതിന് വേണ്ടിയാണ് അത്രയും പ്രതികരണങ്ങൾ ഒന്നിച്ചു കാട്ടിയത്. ഇപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിനുള്ളിലേക്ക് വന്നാൽ ഷിറാസ് ഖാൻ അവസാനം പറഞ്ഞു വെച്ചത് വളരെ ക്ലിയറാണ്. സംഘടനാ നേതൃത്വത്തിന് സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യവും പ്രവർത്തനത്തിനും കഴിയണം. പ്രതിപക്ഷ നേതാവ് വേറെ, UDF ചെയർമാൻ എന്ന നിലയിലൊക്കെയാണ് ആ പ്രവർത്തനം ഉണ്ടാകേണ്ടത്. മെസ്സേജ് ക്ലിയർ അല്ലേ? ഇതിന് ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പൊ താങ്കൾ കാണിച്ച വീഡിയോ ക്ലിപ്പിനകത്ത് സർക്കാരിനെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് വി ഡി സതീശൻ പറയുന്നതായിട്ട് കേട്ടു. സർക്കാരിന് വളരെ 5 മിനിറ്റ് കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ് എന്ന് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ഞാൻ ഈ സർക്കാരിനെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അതിന് ഒരു മറുപടി വേണമെന്ന് എനിക്ക് തോന്നുന്നു. നോക്കൂ, വി ഡി സതീശൻ ചുമ്മാതെ ആളെ പൊട്ടനാക്കുന്ന പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് സംഭവിക്കുന്നത്. നോക്കൂ, ഒരു വിഷയത്തിൽ ഒരാള് ഒരു ക്ലെയിം വെക്കുന്നു, ഇത് വഖഫ് ഭൂമിയാണ്. മറ്റു ആൾക്കാർ പറയുന്നു വഖഫ് ഭൂമി അല്ല. ഇതെങ്ങനെയാണ് സർക്കാരിന് സോൾവ് ചെയ്യാൻ പറ്റുന്നത്? അത് സിവിൽ നേച്ചറിലുള്ള ഒരു ഡിസ്പ്യൂട്ടാണ്. അത് ട്രൈബ്യൂണലിലേക്ക് പോയി എവിഡൻസ് എടുക്കാതെ എങ്ങനെയാണ് അഡ്ജൂഡിക്കേഷൻ എന്ന് പറയുന്ന വാക്ക് എങ്ങനെയാണ് വരിക? അഡ്ജൂഡിക്കേറ്റ് ചെയ്യാതെ എങ്ങനെ ഒരു പ്രോപ്പർട്ടിയുടെ നേച്ചർ തീരുമാനിക്കുക? പ്രതിപക്ഷ നേതാവ് ചുമ്മാ രാവിലെ ഉറക്കം രാവിലെ ചായ കുടിച്ചു കഴിഞ്ഞ് എന്നാൽ സർക്കാരിന് ഒരു നിമിഷം കൊണ്ട് നിർത്തിയേക്കാം, ശരിയാക്കിയേക്കാം എന്ന് വെച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി, അധമ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി പറയുന്നതാണ്. അത് കേരളത്തിലെ ജനത പുച്ഛിച്ചു തള്ളണമെന്ന് ആദ്യം പറയുന്നു. അടുത്ത കോൺഗ്രസിലേക്ക് വരാം. നോക്കൂ, വി ഡി സതീശൻ എന്ന് പറയുന്ന ആള് കോൺഗ്രസിന്റെ സംഘടനയെ ഹൈജാക്ക് ചെയ്തു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അത് കുറെ നാളുകളായും ഈ ചർച്ചയ്ക്കകത്ത് ഞാൻ ആദ്യത്തെ സ്ട്രെച്ചിൽ പറഞ്ഞത് സുധാകരൻ റോളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്കാണ് ഇവിടെ റോള്? ഞാൻ രമേശ് ചെന്നിത്തലയൊക്കെ TV കണ്ടിട്ട് നാളുകളായി. വല്ലപ്പോഴും ഒന്ന് മുഖം കാണിക്കുന്നുള്ളതല്ലാതെ രമേശ് ചെന്നിത്തല ഞാൻ കാണുന്നില്ല. പൂർണ്ണമായും നിൽക്കുന്നത് വി ഡി സതീശനിൽ കൂടിയാണ് കേരളത്തിന്റെ രാഷ്ട്രീയം പോകുന്നത്. ഈ പറയുന്ന ചെറുപ്പക്കാരെല്ലാം, വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ചെറുപ്പക്കാരെല്ലാം, ഈ ചാണ്ടി ഉമ്മൻ തന്നെ വിമർശിക്കുന്നത് വി ഡി സതീശനെയാണ്. അത് നമ്മൾ സംശയിക്കേണ്ട കാര്യം പോലുമില്ല. വി ഡി സതീശന്റെ ശൈലി ഒരു അഗ്രസീവ് സ്റ്റൈലാണ്. അദ്ദേഹം ആൾക്കാരെ ഒതുക്കുന്ന രീതിയാണ്. കോൺഗ്രസിന്റെ ഹീസ് നോട്ട് ജസ്റ്റ് ആൻ അനദർ കോൺഗ്രസ് മാൻ. അങ്ങനെയുള്ള ഒരാളല്ല. കാര്യം അധികാരം നിൽക്കുന്നു, KC വേണുഗോപാലിനോട് അടുത്ത് നിൽക്കുന്നു. അങ്ങനെ KC വേണുഗോപാലിന് അടുത്ത് നിന്ന് KC വേണുഗോപാലിന് രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള ബന്ധം ദുർവിനിയോഗം ചെയ്ത് ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഈ ചെറുപ്പക്കാരെയൊക്കെ ഒതുക്കുക, അല്ലെ ഇവരുടെ കൂട്ടത്തിൽ നിന്നില്ല പണി കിട്ടും എന്നുള്ള ഒരു പേടി വരിക. ഇപ്പൊ ഈ ഫ്ലോറിൽ ഒരു ചെറുപ്പക്കാരൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതുപോലെ JS അഖിൽ പറഞ്ഞല്ലോ. ഞാൻ എനിക്ക് പറയാനുള്ളത് ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് നടക്കും? ഒന്നും നടക്കത്തില്ല. ഇവരെയൊക്കെ ഒതുക്കും. ചാണ്ടി ഉമ്മൻചാണ്ടിയുടെ മോനായതുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യപ്പെടും. ബാക്കിയുള്ളവരൊക്കെ ഒതുക്കും. അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഞാൻ ഇത് എഴുതി വെച്ചോ, ഈ സമയം കൂടെ വേണം നോട്ട് ചെയ്ത് വെച്ചോ.
കേരളത്തിൽ ഇത്രയും നാളും കോൺഗ്രസിന്റെ പ്രവർത്തനം നടന്നിരിക്കുന്നത് അങ്ങനെയാണ്. ജേക്കബ് ജോർജ് സാർ പറഞ്ഞ പോലെ ആ അറക്കൽ പറമ്പിൽ കുര്യൻ ആന്റണി നടത്തിയ രാഷ്ട്രീയത്തിന്റെ ആ കോൺഗ്രസ് ഒക്കെ പോയിട്ട് നാളുകളായി. ഇതിപ്പോ കോൺഗ്രസ് പറഞ്ഞാൽ അധികാരം പിടിക്കാൻ വേണ്ടി മാത്രം ഒരാശയവുമില്ല, ആമാശയം മാത്രമുള്ള ഒരു സംവിധാനമായി ഇത് മാറിയിട്ടുണ്ട്. അത് വി ഡി സതീശന്റെ ലക്ഷ്യം സുധാകരനെ ഒതുക്കി നിർത്തിക്കൊണ്ട് എങ്ങനെയും മുഖ്യമന്ത്രിയാകുക. കഴിഞ്ഞ പ്രാവശ്യം രമേശ് ചെന്നിത്തലയ്ക്ക് പറ്റിയില്ല, അതുകൊണ്ട് അദ്ദേഹം ആ സഞ്ചിയൊക്കെ തയ്പ്പിച്ച് തുണിയൊക്കെ തയ്പ്പിച്ച് കതറൊക്കെ തയ്പ്പിച്ച് കൈ വെച്ചിരിക്കുകയാണ്. പക്ഷെ അതിനൊരു ആഘാതമേറ്റത് യഥാർത്ഥത്തിൽ ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വലിയ ആഘാതം ഉണ്ടാക്കി. അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഈ നടക്കുന്നത്. അതുകൊണ്ട് ഉള്ള പ്രതിഷേധങ്ങളും ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കതിനകത്ത് ഒരു സംശയമില്ല, ഇദ്ദേഹം ഹൈജാക്ക് ചെയ്യപ്പെട്ടു, കോൺഗ്രസ് പാർട്ടി ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ആ ഹൈജാക്ക് ചെയ്യപ്പെട്ടപ്പോ തന്നെ ഇതിനകത്തു നിന്നുള്ള പ്രതിഷേധം വരുന്നത് ഇദ്ദേഹത്തിന് കോൺഗ്രസിന്റെ ഐയും ഗ്രൂപ്പൊന്നുമല്ല, വി ഡി സതീശനെതിരെയുള്ള എതിർപ്പുകളാണ് ഇത് വരുന്നത്. അതിന് നമ്മൾ എയും ഐയും പറഞ്ഞ് നമ്മൾ മാത്രമായിട്ട് എടുക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, തീർച്ചയായും എയും ഐയും എന്ന നിലയിലുള്ള ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനോടൊപ്പം തന്നെ പുതിയ ഒരു കാലത്തിൻ്റെ രാഷ്ട്രീയ വിമർശനം ഇപ്പോൾ വി ഡി സതീശന് നേരെ ഉരുണ്ടുകൂടുകയാണ്. ഹൈജാക്ക് ചെയ്തിരിക്കുന്നു, കോൺഗ്രസ് പാർട്ടി ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ടൊരു വിമർശനത്തിലേക്ക് ഒരു വിഭാഗം വളരെ സജീവമായി രംഗത്ത് വരുന്നു എന്നതുകൂടി ഇന്നത്തെ ഈ ചർച്ചയിൽ വളരെ പ്രകടമായി തെളിയുന്ന കാര്യമാണ്. ഇവിടെ മാത്രമല്ല, മറ്റ് ചാനൽ ചർച്ചകളിലും അത് പ്രകടമാകുന്നുണ്ട് എന്നുകൂടിയാണ് മനസ്സിലാക്കേണ്ടത്.